വെറും മിനിറ്റുകൾക്കുള്ളിൽ പാകിസ്ഥാനെയും ചൈനയും ചാരമാക്കാൻ കെൽപ്പുള്ള ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ മിസൈൽ ബ്രഹ്മോസ് 2 അസാധ്യമായ വേഗതയിൽ റഡാറുകളുടെ കണ്ണ് വെട്ടിച്ച് പറന്നെത്തുന്ന ഈ മിസൈലിനെ തടയാനായി അമേരിക്കയ്ക്ക് പോലും കഴിയില്ല എന്നതാണ് സത്യം. എന്താണ് ബ്രഹ്മോസ് 2? എന്തുകൊണ്ടാണ് ലോകരാജ്യങ്ങൾ ഇന്ത്യയുടെ ഈ നീക്കത്തെ അത്രത്തോളം ഭീതിയോടെ നോക്കുന്നത്? വിശദമായി പരിശോധിക്കാം. പ്രതിരോധ മേഖലയിൽ ഇന്ത്യ വീണ്ടും ലോകത്തെ ഞെട്ടിക്കാൻ ഒരുങ്ങുകയാണ്. ഇന്ത്യയുടെയും റഷ്യയുടെയും സംയുക്ത സംരംഭമായ ബ്രഹ്മോസ് പ്രോഗ്രാമിലെ ഏറ്റവും മാരകമായ പതിപ്പാണ് ബ്രഹ്മോസ് 2. ഇത് പരീക്ഷണ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ശബ്ദത്തേക്കാൾ 5 ഇരട്ടി വേഗതയിൽ കുതിക്കുന്ന ഈ ഹൈപ്പർസോണിക് മിസൈൽ ഇന്ത്യയുടെ സൈനിക കരുത്ത് മറ്റൊരു തലത്തിലേക്ക് ഉയർത്തും. മുൻപ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ പാകിസ്ഥാന് നൽകിയ തിരിച്ചടി നമ്മൾ അങ്ങനെ മറക്കില്ല. അന്ന് ശബ്ദത്തേക്കാൾ 3 ഇരട്ടി വേഗതയുള്ള സൂപ്പർസോണിക് ബ്രഹ്മോസ് പ്രയോഗിച്ചപ്പോൾ തകർന്നത് പാകിസ്ഥാന്റെ 9 പ്രമുഖ വ്യോമ താവളങ്ങളാണ്. നൂർബേസിനടിയിൽ ഒളിപ്പിച്ച ആണവായുധങ്ങൾക്ക് പോലും അന്ന് കേടുപാടുകൾ സംഭവിച്ചു. ഭയന്നു വിറച്ച പാകിസ്ഥാൻ പ്രധാനമന്ത്രി സമാധാനത്തിന് വേണ്ടി അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെ 50 തവണയെങ്കിലും വിളിച്ചു കരഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ. അന്ന് സൂപ്പർസോണിക് ബ്രഹ്മോസ് ആയിരുന്നുവെങ്കിൽ ഇന്ന് വരുന്നത് അതിലും മാരകമായ ഹൈപ്പർസോണിക് ബ്രഹ്മോസ് ആണ്. നിലവിലെ ബ്രഹ്മോസ് മിസൈലുകൾ മാക് 2.8 മുതൽ 3.0 വരെ വേഗതയിലാണ് സഞ്ചരിക്കുന്നത്. എന്നാൽ ബ്രഹ്മോസ് 2ലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ വീണ്ടും മാറും. ഇത് മാക് 5 വേഗതയിൽ, അതായത് ശബ്ദത്തേക്കാൾ 5 മടങ്ങ് വേഗതയിൽ ലക്ഷ്യത്തിലേക്ക് കുതിക്കും. ഏകദേശം 600 മുതൽ 800 കിലോമീറ്റർ വരെ ദൂരപരിധിയിലുള്ള ഈ മിസൈൽ ഇന്ത്യയുടെ ഹൈപ്പർസോണിക് യുഗത്തിലേക്കുള്ള ചുവടുവെപ്പാണ്. കരയിൽ നിന്നും കടലിൽ നിന്നും ആകാശത്ത് നിന്നും ഒരുപോലെ വിക്ഷേപിക്കാൻ കഴിയുന്ന ഈ മിസൈൽ ശത്രുവിന്റെ കണ്ണിൽപ്പെടാതെ ആക്രമിക്കാൻ കെൽപ്പുള്ളതാണ്. എന്തുകൊണ്ടാണ് ഈ മിസൈലിനെ തടയാൻ കഴിയില്ല എന്ന് പറയുന്നത് എന്നതിൻ്റെ ഉത്തരത്തിലേക്ക് വരാം. ഇതിൻ്റെ വേഗത മാക് 5 വേഗതയിൽ വരുന്നൊരു മിസൈലിനെ തിരിച്ചറിയാനോ പ്രതിരോധിക്കാനോ ലോകത്തുള്ള നിലവിലെ ഒരു മിസൈൽ ഡിഫൻസ് സിസ്റ്റത്തിനും സാധിക്കില്ല. സാധാരണ ബാലിസ്റ്റിക് മിസൈലുകൾ ഉയരത്തിൽ പോയി താഴേക്ക് പതിക്കുകയാണ് ചെയ്യുക. എന്നാൽ ബ്രഹ്മോസ് 2 ഒരു ക്രൂയിസ് മിസൈലാണ്. ഇത് ഭൂനിരപ്പിനോട് ചേർന്ന് റഡാറുകൾക്ക് കണ്ടെത്താൻ പോലും കഴിയാത്ത വിധം വളഞ്ഞു പൊളഞ്ഞൊക്കെയാണ് സഞ്ചരിക്കുക. അതുകൊണ്ട് തന്നെ ചൈനയുടെയോ അമേരിക്കയുടെയോ ഏറ്റവും നൂതനമായ റഡാർ സംവിധാനങ്ങൾക്ക് പോലും ഇതിനെ തടയുക അസാധ്യമാണ്. നിലവിൽ അമേരിക്കയുടെ AGM-183, റഷ്യയുടെ അവൻഗാർഡ്, ചൈനയുടെ DF-ZF എന്നിവയാണ് ലോകത്തിലെ ഹൈപ്പർസോണിക് മിസൈലുകൾ. ഈ എലൈറ്റ് ഗ്രൂപ്പിലേക്കാണ് ബ്രഹ്മോസ് 2യിലൂടെ ഇന്ത്യയും ഇടം പിടിക്കുന്നത്. DRDOയും റഷ്യയുടെ NPO മഷിനോസ്ട്രിയയും സംയുക്തമായിട്ടാണ് ഇത് വികസിപ്പിക്കുന്നത്. ഇതിൻ്റെ ഭൂരിഭാഗം ഘടകങ്ങളും ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്നതിലൂടെ മേക്ക് ഇൻ ഇന്ത്യ, ആത്മനിർഭർ ഭാരത് എന്നീ പദ്ധതികൾക്ക് വലിയൊരു കരുത്തായി ഇത് മാറും. ഭാരതത്തിൻ്റെ മിസൈൽ മനുഷ്യൻ ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെയും ശിവതാണുപിള്ളയുടെയും സ്വപ്നമായിരുന്നു ബ്രഹ്മോസ്. ബ്രഹ്മപുത്ര നദിയുടെയും റഷ്യയിലെ മോസ്കോ നദിയുടെയും പേര് ചേർത്ത് വെച്ച ഈ മിസൈല് ഇന്ന് ഇന്ത്യയുടെ ആത്മാഭിമാനത്തിൻ്റെ പ്രതീകമാണ്.